അന്താരാഷ്ട്ര വേദികളിൽ കാന്തപുരം ഉസ്താദിന്റെ കൂടെയുള്ള യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് എഴുതിയ 1021 ലക്കം റിസാല വാരികയിൽ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനത്തിൽ നിന്നെടുത്ത ഭാഗത്തിന്റെ ശബ്ദാവിഷ്കാരം. 96-ൽ ലോസ് ആഞ്ചൽസിലേക്ക് ഉസ്താദിന്റെ രണ്ടാം അമേരിക്കൻ യാത്ര. പ്രസംഗം പരിഭാഷപ്പെടുത്താൻ എന്നെയും കൂടെ കൂട്ടി. വിസ ശരിയാക്കണമല്ലോ. മദ്രാസിലെ അമേരിക്കൻ കോൺസുലേറ്റിനു മുന്നിൽ ഒരു മുഴുദിവസം നിന്ന് കുഴങ്ങി. നടക്കത്തില്ല. ദേവഗൌഡ പ്രധാനമന്ത്രിയായി ഭരണം തുടങ്ങിയ ആദ്യ നാളുകളാണ്. ഗൌഡയുടെ വലം കൈയായി മന്ത്രിസഭയിൽ CM ഇബ്രാഹിമുണ്ട്. ഉസ്താദ് CMനെ വിളിച്ചു. വിസ കിട്ടിയേ പറ്റൂ. ഉസ്താദ് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും പറയാനില്ല. ശരിയായി എന്ന് കരുതിയാൽ മതി. ചുള്ളിക്കോട്, നിങ്ങൾ ഇങ്ങ് ഡൽഹിക്ക് വാ. താമസിക്കാൻ താൽക്കാലിക റൂം വേണം. വ്യോമയാന മന്ത്രിക്ക് സൗകര്യങ്ങൾ തീർപ്പായിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, റൂം എടുക്കേണ്ട. ഞാനിപ്പോൾ കർണാടക ഭവനിലാണ് താമസം. അവിടെ കഴിഞ്ഞോ? ഉസ്താദിനോടുള്ള ആദരം ശിഷ്യന്മാരിലേക്ക് വരെ അരിച്ചിറങ്ങുന്നതിന്റെ അഴക് നോക്കൂ. പിറ്റേന്ന് അംബാസഡറുടെ ചേംബറിൽ. എന്തിനാ അമേരിക്കയിൽ പോകുന്നത്? എന്റെ ഗുരുവിനെ അവിടെ പ്രഭാഷണമുണ്ട്, അത് പരിഭാഷപ്പെടുത്താൻ. ആഹാ, എന്നാൽ താങ്കൾ മാത്രം വിസ തന്നാൽ ചെന്ന് പ്രസംഗിച്ചു പോരുമോ? ഇല്ല, ഞാൻ ഗുരുവിന്റെ സേവകനായി കൂടെ ചെല്ലുകയാണ്. ഗുരു പോകുന്നില്ലെങ്കിൽ പിന്നെ എന്റെ കാര്യവും ഉദിക്കുന്നേയില്ല. ഓ, ഗുരുശിഷ്യ ബന്ധം അത്ര സുദൃഢമാണോ? വിസ കിട്ടി, അൽഹംദുലില്ലാ. ലോസ് ആഞ്ചൽസിൽ ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ അണിനിരക്കുന്ന വിവിധ സെഷനുകൾ നടക്കുകയാണ്. എല്ലാവരും ഭംഗിയിൽ പേപ്പറുകൾ അവതരിപ്പിക്കുന്നു. കൂട്ടത്തിൽ ഒരു സെഷൻ ത്വാഹാ റസൂലിന്റെ അപ്രമാദിത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഷെയ്ഖുനായുടെ ഇഷ്ടവിഷയം. വിഷയാവതരണം കഴിഞ്ഞു. ഇനി ചർച്ചയാണ്. സദസ്സിൽ നിന്നൊരു ചോദ്യം. അബസ വതവല്ലായുമായി ബന്ധപ്പെടുത്തിയാണ് ചോദ്യം. ജോർദാനുകാരനായ ഒരു പണ്ഡിതനാണ് ചെയർമാൻ. 1-2 മറുപടികൾ വേദിയിൽ നിന്ന് വന്നു. പക്ഷേ സദസ്സ് തൃപ്തരായില്ല. ഉസ്താദിന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു, ഇതിന് മറുപടി ഉസ്താദ് തന്നെ പറയണം. എങ്കിൽ നീ ചെന്ന് അധ്യക്ഷനോട് സമ്മതം ചോദിച്ചു നോക്കൂ. ചെന്നു ചോദിച്ചു. ഈ ചോദ്യത്തിന് വേറിട്ടതും സംതൃപ്തവുമായ മറുപടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഇരിപ്പുണ്ട്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹം മറുപടി പറയും. അധ്യക്ഷൻ ഉസ്താദിനെ ക്ഷണിച്ചു. ഉസ്താദ് വേദിയിലെത്തി. ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം ആദിയായവകൾക്ക് ശേഷം എന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ അനുഭവം നല്ല ബുദ്ധിയുള്ള മുതാലിമ്യങ്ങൾക്ക് കടുപ്പമുള്ള വിഷയം ദർസ് നടത്തി കൊടുക്കലാണ്. സ്വർഗത്തിൽ നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ അതാണ് തെരഞ്ഞെടുക്കുക. എന്റെ കുട്ടികളോട് ഞാൻ വളരെ ഫ്രീയാണ്. ക്ലാസ്സിൽ എത്ര തവണ വേണമെങ്കിലും സംശയം ചോദിക്കാം. ക്ലാസ്സിന് വെളിയിൽ എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും കയറി വന്ന് സംശയം തീർക്കാം. ഞാൻ സമ്മതം കൊടുത്തതാണ്. അങ്ങനെയിരിക്കെ നിങ്ങൾ കുറച്ചുപേർ അമേരിക്കയിൽ നിന്ന് എന്നെ കാണാൻ വന്നു. നമ്മളിങ്ങനെ വട്ടമിട്ടിരുന്ന് സംസാരിക്കുകയാണ്. അതിനിടയുണ്ട് ഒരു കുട്ടി സംശയവുമായി കയറി വരുന്നു. അന്നേരം ഞാൻ അവനോട് അല്പം കഴിഞ്ഞു വാ എന്ന് മുഖഭാവം കൊണ്ട് പറയുന്നു. ഇത് ഞാൻ ചെയ്യുന്നതൊരു തെറ്റാണോ? സദസ്സൊന്നടങ്കം പറഞ്ഞു, അല്ല അല്ല. അത് തന്നെയാണ് സയ്യിദുൽ വജൂദിന്റെ കാര്യത്തിലുണ്ടായതും. ഉമ്മ മഖ്തൂം റളിയല്ലാഹു അൻഹു എപ്പോഴും തങ്ങളുടെ ചാരത്ത് തന്നെയുണ്ട്. ഈ വന്നിരിക്കുന്നത് ഖുറൈശി പ്രമുഖരാണ്. അവരുമായുള്ള ഉഭയകക്ഷി ചർച്ച ദീനിന് ഉപകാരപ്പെടുമെങ്കിലോ? ത്വാഹാ റസൂലിന്റെ നോട്ടം അങ്ങോട്ടാണ്. അതിഥികളെ ആദരിക്കണം. അതാണ് അവിടെ തങ്ങൾ ചെയ്തത്. നല്ല കാര്യം ചെയ്താൽ പ്രശംസിക്കുകയാണ് വേണ്ടത്. അതാണ് അള്ളാഹു ചെയ്തതും. ഈ ആയത്ത് സത്യത്തിൽ ദമ്മല്ല, മദ്ഹാണ്. ഉസ്താദ് പറഞ്ഞു നിർത്തിയപ്പോൾ സദസ്സിൽ തക്ബീർ. ഉടനെയുണ്ട് കുറച്ച് ചെറുപ്പക്കാർ കയറി വരുന്നു. കാനഡക്കാരാണ്. വന്ന കാര്യം മറ്റൊന്നുമല്ല, ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകൂവറിൽ പിറ്റേന്ന് ഒരു മഹാസമ്മേളനം നടക്കുന്നുണ്ട്. അതിന്റെ സംഘാടകർ കൂടിയാണവർ. അവർക്ക് നാളെ ഉസ്താദിനെ കാനഡയിലേക്ക് കിട്ടണം. ഇനി ഇപ്പോൾ എങ്ങനെ വരാൻ? സമയമില്ലല്ലോ. വിസയും മറ്റും ശരിയാകാനാണെങ്കിൽ സമയമെടുക്കും. ഇൻഷാ അല്ലാ പിന്നെയാകാം. അത് പറ്റില്ല, വന്നേ പറ്റൂ. കടലാസുകളെല്ലാം ഞങ്ങൾ ശരിയാക്കാം. സമ്മതം തരികയേ വേണ്ടൂ. എന്താ ചുള്ളിക്കോടെ? യെസ്. എങ്കിൽ യെസ്. പിറ്റേന്ന് വാൻകൂവറിൽ ഡോഗ്ലാഡ് കോളേജ് ഓഡിറ്റോറിയം. തിങ്ങി നിറഞ്ഞ മഹാസദസ്. മുഖ്യാതിഥിയുടെ പ്രസംഗം. അന്നു തുടങ്ങിയ ആ കനേഡിയൻ ബന്ധമാണ് മദീനത്തുനൂറിന്റെ കാനഡ ഹൌസും മറ്റും വരാൻ കാരണമായത്. 98-ൽ ഉസ്താദിനൊപ്പം വീണ്ടും അമേരിക്കൻ യാത്ര. ഇക്കുറി വാഷിംഗ്ടൺ സിറ്റിയിലാണ്. പരിപാടി കഴിഞ്ഞ് ന്യൂയോർക്കിലേക്ക് ചെന്നു. അവിടെ പ്രസിദ്ധമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണണമെന്ന് പുളിക്കൽ ഹനീഫ സാഹിബ് പറഞ്ഞു. താമസവും മറ്റു സൗകര്യങ്ങളൊക്കെ തന്നത് ഹനീഫ സാഹിബാണ്. നോക്കുമ്പോൾ നീണ്ടു കിടക്കുന്ന ക്യൂ. ഞങ്ങളങ്ങനെ പിന്നിൽ നിന്നു തുടങ്ങി. അപ്പോഴാണ് മുന്നിൽ നിന്നൊരാൾ ഉസ്താദിനെ തിരിഞ്ഞു നോക്കി മുന്നിലേക്ക് നിൽക്കാൻ ആംഗ്യം കാണിക്കുന്നു. മുന്നിൽ ആൾ വീണ്ടും മുന്നിലേക്ക് നീങ്ങിക്കൊള്ളാൻ ആംഗ്യം കാട്ടി. അങ്ങനെ ഉസ്താദിന്റെ മുഖത്തു നോക്കുന്നവരെല്ലാം മുന്നിലേക്ക് ദിശ കാണിച്ച് വഴിമാറി നിന്നു. മിനിറ്റുകൾക്കകം ഞങ്ങൾ ഏറ്റവും മുന്നിലെത്തി. ക്യൂവിൽ കെട്ടിക്കിടക്കാതെ. പലർക്കും ഉസ്താദിന്റെ വെള്ള വസ്ത്രവും തലപ്പാവുമൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം, ഒരാദരം. പലരും കൂടെ നിന്ന് ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാമോ എന്ന് പോലും ചോദിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ അന്തർദേശീയ ഫിഖ് സമ്മേളനം നടക്കുകയാണ്. അതിനിടെ സദസ്സിൽ സംഘാടകർ ഇന്ത്യാ വിഭജനത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ഇന്ത്യാ വിഭജനം ചിന്നയുടെ സ്വപ്നമായിരുന്നെന്നും
ഇന്ത്യ വിഭജിതമായതിനാലാണ് ഇവിടെ മുസ്ലിങ്ങൾ എണ്ണം കുറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ശക്തരായിരിക്കുമെന്നൊക്കെ ആ ഡോക്യുമെന്ററിയിൽ പറയുന്നു. ഇതോടെ പാകിസ്ഥാനികളായ സദസ്യർ ഒച്ചവെച്ചു. സഭ അലങ്കോലപ്പെട്ടു. പെട്ടെന്ന് ഘനഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങിക്കേട്ടു. നമ്മൾ ആലിമുകൾ ഇപ്പോൾ ദീൻ കാര്യം പറഞ്ഞാൽ മതിയെന്നും സങ്കുചിത രാഷ്ട്രീയ വിഷയങ്ങളിൽ നമ്മൾ കൈകടത്തേണ്ടതില്ലെന്നും ഉറച്ചു പറഞ്ഞു. അതോടെ ആ ഷെയ്ഖ് പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് അഗ്നിപർവ്വതം പോലെ പൊട്ടിയ ആ സദസ്സ് പെട്ടെന്ന് മെരുങ്ങി. സംഘാടകരും അത് അംഗീകരിച്ചു. ഡോക്യുമെന്ററി പിൻവലിച്ചു. പ്രക്ഷുബ്ധമായ അന്തർദേശീയ പണ്ഡിത സദസ്സിനെ ഉറച്ച ആജ്ഞാശക്തി കൊണ്ട് അടക്കി നിർത്തിയത് കാന്തപുരം ഉസ്താദായിരുന്നു. നമുക്ക് കല്ലുകളെല്ലാം കല്ലുകളാണ്. പക്ഷേ കല്ലു വിൽപ്പനക്കാരന് വൈഡൂര്യവും പുഷ്യരാഗവും മരതകവും മാണിക്യവും വേറെ വേറെ തിരിച്ചറിയാനാകും. ഉസ്താദിനെ അவ்விധം നമ്മളൊന്നും കാണാത്ത രൂപത്തിൽ പലരും തിരിച്ചറിഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അന്താരാഷ്ട്ര സൂഫി സമ്മേളനം നടക്കുന്നു ഈജിപ്തിൽ. അത്തസവ്വുഫ് അൽ അസീൽ വദ്ദക്കീൽ, ആത്മീയത നെല്ലും പതിരും, ഇതാണ് വിഷയം. റയീസുൽ ജാമിയ ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം അന്ന് സദസ്യരോട് പറഞ്ഞു, ഈ സൂഫി സമ്മേളനത്തിൽ അധ്യക്ഷനാകാൻ അനുയോജ്യനായ ഒരു പണ്ഡിതനുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്. ഉസ്താദിനെ മനസ്സിലാക്കിയിട്ടാണ് അലി ജുമുഅ ഇവിടെ വന്നത്. മാലിക്കി, ഷദ്ദാദ്, ഉമർ ഹഫീൽ, ഹാഷിം ജിഫ്രി, ഉമർ കാമിൽ തുടങ്ങിയവരെല്ലാം ഉസ്താദിനെ ഉള്ളാലെ അറിഞ്ഞു വന്നവരാണ്. ജാമിയത്തുൽ അസ്ഹറിലെ പള്ളിയിൽ മഹാന്മാർ ഇജാസത്ത് നൽകുന്ന ചടങ്ങ് പണ്ടേയുള്ളതാണ്. അവിടെയും ഷെയ്ഖുനായെ പിടിച്ചിരുത്തി ഇവിടത്തെ മുഴുവൻ പണ്ഡിതന്മാർക്കും ഇജാസത്ത് നൽകാൻ അപേക്ഷിച്ചത് പ്രസ്താവ്യമായ ഒരനുഭവം തന്നെയാണ്. കൃത്യമായ ജീവിതനിഷ്ഠ, ആത്മീയ മൂല്യം, ഏത് തിരക്കിനിടയിലും ചൊല്ലി പൂർത്തിയാക്കാറുള്ള അദ്കാർ, ഔറാദ്, സ്വലാത്തുകൾ, മുടങ്ങാത്ത തഹജ്ജുദ്. ഈ അടുത്ത് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഉടുപ്പിയിൽ നിന്ന് വരികയാണ്. രാത്രി 1:45 മെഡ്ഗാവിൽ കയറുന്നത്. എനിക്ക് ഉറക്കം വരണമെങ്കിൽ തന്നെ 1 മണിക്കൂർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം. എനിക്ക് ഉറക്കെ പിടിച്ചു തുടങ്ങുമ്പോഴേക്ക് കേട്ടു തുടങ്ങി മുഹമ്മദ് റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ എന്ന വെറുതെ. ഞാനത് ഉസ്താദ് ചെല്ലുന്നത് കേട്ട് പഠിച്ചതാണ്. സമയം നോക്കുമ്പോൾ 4 മണി. ഉസ്താദ് ഉറക്കം കഴിഞ്ഞ് വുളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് ചെല്ലാൻ തുടങ്ങി. നമുക്ക് ഉറക്കം പിടിച്ചു വരുന്നതേയുള്ളൂ. നേരിയ നേരം ഉറങ്ങും പോലെ അഭിനയിച്ച് ശരീരത്തെ പറ്റിക്കുകയും സഹചരെല്ലാം ഉറങ്ങുന്നേരം ഉണർന്നിരുന്ന് ആത്മീയാസ്വാദ്യതയിൽ ലയിക്കുകയും ചെയ്യുന്ന ആളാണ് ഗുരുവാവുക, നേതാവാവുക, ഷെയ്ഖാവുക. നമുക്കുറങ്ങാം, പക്ഷേ ഉറങ്ങി മടുത്ത് കണ്ണു തെളിയുന്ന നേരങ്ങളിലെങ്കിലും ഇതൊക്കെയൊന്ന് നോക്കി പഠിക്കാനെങ്കിലും നമുക്കാവണം.